എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീന റോയ് ഫ്രം എല്ലാ കുട്ടി കോമഡി മക്കൾ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദിന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്നലെ പറയേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ ഇട്ട വീഡിയോ മുമ്പ് പിടിച്ചു വെച്ചത് കാരണമാണ് എനിക്ക് അത് പറയാൻ പറ്റാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ നേരുന്നു. ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബാഗിന്റെ വീഡിയോ കാണാം. വരുന്ന ബാഗ് ഇതൊരു ലെതറിൽ വന്നിരിക്കുന്ന ബാഗാണ്. ഇത് നമുക്ക് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കഴുത്തിൽ കൂടെ ഇങ്ങനെ ഒരു വശത്തേക്ക് ഇടാനും പറ്റും, അതല്ലെങ്കിൽ വൺ സൈഡ് ഇതുപോലെ നീളത്തിലിടാൻ പറ്റും. ഇത് ഇനിയും നീളം കൂട്ടാട്ടോ, ഇത്രയും പോർഷൻ കൂടി കൂടിയിട്ട് നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ കളർ വരുന്നത് ഒരു ടെറാക്കോട്ട കളർ ഒക്കെയാണ് ഇത് വരുന്നത്. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ചെക്ക് പോലെയുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ഇതൊരു ഫ്ലാപ്പ്. ഈ ഫ്ലാപ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് രണ്ട് കള്ളിയാണ് വരുന്നത്. ഇതിൽ ഒരു കള്ളിയിൽ ഇത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇതില് ഒരു കള്ളിയില് ഇതുപോലത്തെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. മറ്റേ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയൊരു സിപ്പും കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇനി ഈ രണ്ട് കള്ളികളുടെ നടുവിൽ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മൊബൈലൊക്കെ എടുക്കാൻ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ ഒരു സിപ്പും ഒരു പോക്കറ്റും ആണ് ഉള്ളത്. അപ്പൊ ഇത് ലെതറിൽ വന്നിരിക്കുന്ന ബാഗാണ്. ഇതിന്റെ അടിവശം കണ്ട ഇങ്ങനെ സെപ്പറേഷൻ ഉള്ളതാകുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1720 1720 രൂപയാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. ഇതൊരു സിംഗിൾ പീസാണ് കേട്ടോ. ഈ ബാഗ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. താഴ്ഭാഗം ഇത്രയും വീതി ഈ ബാഗിന്റെ താഴ്ഭാഗത്തേക്ക് ഉണ്ട്. താഴത്തുനിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക്, അതായത് താഴ്ഭാഗം വീതി കുറവും ഇവിടുന്ന് മുകളിലേക്ക് വരുമ്പോ കുറച്ച് വീതി കൂടുതൽ. ഇപ്പൊ ഈ ബാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ഷേപ്പിന്റെ വ്യത്യാസം. ഇത് നമുക്ക് യാത്രക്ക് പോകുമ്പോഴായാലും അതല്ല ഓഫീസിൽ പോകുമ്പോഴായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇത് ക്യാച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗുകളാണ്. പിന്നെ ഇതിന് ഇങ്ങനെയാണോ വാറുള്ളൂ, അതായത് ഇങ്ങനെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. അതല്ലാതെ ഒരുപാട് ലെങ്തില് ഷോൾഡറിൽ നീട്ടിയിടാനായിട്ട് പറ്റുന്ന ബാഗല്ല. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇതൊക്കെ നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് കേട്ടോ. ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഫസ്റ്റ് വരുന്ന ഡിസൈൻ ഇതുപോലെയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ, ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ സെന്റർ പോർഷൻ തുറന്നു കഴിയുമ്പോൾ ഇതാണ് ഇതിന്റെ സെന്റർ പോർഷൻ. ഇത് സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സെന്ററിൽ ഒരു സിബും ഒരു പോക്കറ്റും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളിയാണുള്ളത്. ഇതിന്റെ ഈ കള്ളിയുടെ ഒക്കെ ഒരു ഞാനിപ്പോ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ ഉൾവശം. നല്ലതുപോലെ നമുക്ക് സാധനങ്ങൾ കൊള്ളുവാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇപ്പൊ നമ്മൾ യാത്ര ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് സാധനങ്ങൾ എല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അതുപോലെ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് ഫുഡും പിന്നെ എന്തെങ്കിലും പേപ്പറുകള്, ബുക്കുകള്, രജിസ്റ്ററുകള്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഉള്ളില് വീണ്ടും ഒരു സിബ് ഇട്ടിട്ട് ഒരു പോർഷൻ ഉണ്ട്. ഇത് സെന്ററിലുള്ള ഭാഗമാണ്. സെന്ററിലുള്ളതിന് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ സെന്ററിൽ വെക്കാനായിട്ട്. അതുപോലെ ഇപ്പുറത്തുള്ള കള്ളിയിലത്തെ പേപ്പറുകൾ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ. ഇപ്പുറത്തും ഇതുപോലെ സിബും ഉണ്ട്, ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ നല്ല ബാഗാണ്, നല്ലതുപോലെ സാധനങ്ങൾ കൊള്ളുന്ന ബാഗാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഒരു ക്യാച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 940 940. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് കണ്ടില്ലേ, ഇതാണ്. ഇനി ഇതിന്റെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിന്റെ വാറ് വരുമ്പോ കാപ്പിപ്പൊടി കളറ്, ഇതിന്റെ വാറ് വരുമ്പോ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇതാണ് വേറൊരു ഷെയ്ഡ്. ഇനി അടുത്ത ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ആഷും ബ്ലാക്കും കൂടി ഒരു കളറാണ്. അപ്പൊ ഇങ്ങനെ 3 കളറുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 940 940. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചത് വലിയ സൈസ് ഓഫീസ് ബാഗ് ആയിരുന്നു. അതിന്റെ തന്നെ സെയിം ആണ് ക്യാച്ചി ബ്രാൻഡിന്റെ തന്നെ ചെറിയ ബാഗ്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മൊബൈല്, 5 ഫോൾഡിന്റെ കൊട, പൈസ, പിന്നെ എന്തെങ്കിലും ഇപ്പോ പാസ്ബുക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ, അങ്ങനത്തെ കണ്ണാടിക്കൂട്, അതൊക്കെ വെച്ച് അത്രയ്ക്ക് സാധനങ്ങൾ 3 ഫോൾഡിന്റെ കൊട ഇതിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു കുട്ടി ബാഗാണിത്.
ഇതിപ്പോ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവാം. ഇങ്ങനെ പിടിച്ച് പോകുന്നതായിരിക്കും ഇതിന്റെ കൂടുതൽ ഒരു ഭംഗി. ഇനിയിപ്പോ ഇങ്ങനെ പിടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിന്റെ ഇതാ ഇവിടെ കണ്ടോ സ്ലിങ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല ലെങ്ത്തിലുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ വരുന്നത്. ഇത് ഇതുപോലെ ഒരു ക്ലിപ്പായിട്ട്, പിന്നെ ഇതൊരു പ്രസ് ബട്ടൺ ആണ്. നമ്മൾ പ്രസ് ബട്ടൺ അതിനു മുമ്പ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും വേറെ ഉണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതാ ഇതില് 2 കള്ളിയാണ്. ഇതൊരു കള്ളി, ഇതൊരു കള്ളി. ഇതാണ് ഇതിന്റെ നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന സ്ലിങ് ആണ് ഇതിന്റെ. പിന്നെ ഇതിലത്തെ പേപ്പറുകൾ എടുത്തു കഴിഞ്ഞപ്പോ ഒരു കളിയിലത്തെ പേപ്പർ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിലുള്ളത്. ഇതിന്റെ അടിഭാഗം കണ്ടോ, ക്യാച്ചി എന്നുള്ള ബ്രാൻഡാണ്. ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ ആ സ്പേസ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കിട്ടും. ഇത് 2 വശത്തും ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൊടയും അതുപോലെ തന്നെ ചെറിയ സാധനങ്ങൾ, കണ്ണാടിക്കൂട്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇട്ട് പിടിക്കാൻ പറ്റുന്ന ബാഗാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 775, 775. ഇപ്പൊ ഞാൻ കാണിച്ചത് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലേ. ഇനി ഇതിന്റെ അടുത്ത ഷെയ്ഡ് ഉള്ളത് ഇതിന്റെ പിടുത്തം വരുന്നത് ഒരു കാപ്പിപ്പൊടി കളറാണ്. ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. 3ഉം സെയിം പാറ്റേൺ തന്നെ, കളർ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ കുട്ടി ബാഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 775. അടുത്ത ബാഗ് എന്ന് പറയുന്നത് കിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇത് നമുക്ക് ഓഫീസ് ബാഗായിട്ടും യാത്രയ്ക്കുള്ള ബാഗായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഇപ്പൊ വാറ് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് മുകളിൽ എത്തുമ്പോൾ ഇതുപോലെ ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെയാണ് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അതല്ലാതെ നീളത്തില് നീളത്തിലുള്ള സ്ലിങ് ഇല്ല ഇതിന് ഇത് മാത്രമാണ് പിടുത്തുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇഷ്ടം പോലെ അറകളാണ്. ഇപ്പൊ സൈഡില് ഇതുപോലെ 2 സൈഡിലും സിബ് ഇട്ടിട്ട് ഓരോ ചെറിയൊരു പോർഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ സിബ് ഉണ്ട്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കണ്ടോ. ഇനി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഈ ഫ്രണ്ട് സൈഡിൽ ഇതില് ഒരു കള്ളി ഉണ്ട് സിബ് ഇട്ട്. ഇനി അത് കൂടാതെ വീണ്ടും ഇതിന് വേറൊരു പോർഷൻ ഇവിടെയായിട്ട് വീണ്ടും സിബുള്ള വേറൊരു പോർഷൻ. അപ്പൊ പുറം വശത്ത് തന്നെ ഫ്രണ്ട് സൈഡിൽ തന്നെ 2 സിബുള്ള പോക്കറ്റ് ഉണ്ട്, ബാക്ക് സൈഡിൽ ഒരു സിബുള്ള പോക്കറ്റ് ഉണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇവിടെ വീണ്ടും ഒരു സിബ് ഇട്ടിട്ടുള്ള ഒരു കള്ളി, ഇവിടെ വീണ്ടും സിബ് ഇട്ടിട്ടുള്ള ഒരു കള്ളി. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ സ്പേസ് കണ്ടോ, നല്ല സ്പേസ് ആണ്. നമുക്ക് 3 ഫോൾഡിന്റെ കൊട, വെള്ളം കുപ്പി, സർവത്ര സാധനങ്ങൾ നമുക്ക് ഇതിൽ കൊള്ളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതില് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഒരു 2 ജോഡി ഡ്രസ്സ് സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റിയതും ഓഫീസിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയതുമായ ബാഗാണ്. ഇതിന് മൊത്തത്തില് 1, 2, 3, 5 കള്ളിയാണ് ഈ ബാഗിന് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ബാഗ്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇത് ലെതർ ഒന്നുമല്ല, ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ഫോമാണ്, ഫോം ലെതർ എന്ന് പറയില്ലേ, അതുപോലത്തെ നല്ല ഇതില് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് ഇത്. ഞാനിപ്പോ കാണിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂവിന്റെ, ഡാർക്ക് പീകോക്ക് ബ്ലൂ അല്ല, ലൈറ്റ് പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930, 930. ഇനി ഇതില് വന്നിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. കണ്ടോ, അടുത്ത ഷെയ്ഡ് പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് യാത്രയ്ക്കും പറ്റും ഓഫീസ് യൂസിനും പറ്റുന്ന നല്ല തരം ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച ഒരു ബാഗ് തന്നെയാണ്. ഇതില് ഞാൻ പറഞ്ഞു വന്ന ഈ വലിയ വലിയ ബ്രാൻഡഡ് ബാഗുകളുടെ ഒക്കെ അതിന്റെ ഒരു ആംബിയൻസ് തരുന്ന, അതൊക്കെ കണ്ട് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് വേറെ ആളുകൾ ചെയ്തു തരുന്ന ബാഗാണിത്. ഇമ്പോർട്ടഡ് ബാഗാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴാണ് ഇതിന്റെ ഡിസൈൻ, ഇതുമേലുള്ള ആ ഒരു ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടഡ് ബാഗുകളിലാണ് ഇങ്ങനത്തെ ഡിസൈനുകൾ വരിക. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ 2 ഷെയ്ഡാന്ന് തോന്നുന്നു കാണിച്ചായിരുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ പർച്ചേസിങ്ങിന് പോയപ്പോ അത് അന്വേഷിച്ചപ്പോ അവരുടെ അടുത്ത് ഇല്ല, ആ ഒരു സിംഗിൾ പീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് കുറെ പേര് ചോദിച്ചു, ആരാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവരിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ആർക്കാണോ ആവശ്യമുള്ളത് അപ്പൊ അവര് അത് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ
ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഇതുപോലെ പിടിക്കുന്ന ബാഗാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതിന്റെ ഉള്ളില് ഒരു ഒരു സിംഗിൾ സിബാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതില് 2 കല്ലിയാണ്. ഇതും അത് നല്ലതുപോലെ സ്പേസ് ആണ് ഇതിന്റെ ഉള്ളില്. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല സ്പേസ് ആണ്. ഉള്ളിൽ വെച്ച് അടിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഇതാ ഇവിടെ ഇതുപോലെയാണ്. സെന്ററിൽ ഒരു സിബും പോക്കറ്റും വേറെ ഉണ്ട്. ഇത് നല്ല മെറ്റീരിയൽ, പുറത്തെ മെറ്റീരിയലും നല്ലതാണ്, ഉള്ളിലത്തെ ഇതും നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിന്റെ ഉള്ളിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1040, 1040. ഇത് ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ബീച്ച് ഷെയ്ഡ് അങ്ങനെ പറയാം. ഇത് സിംഗിൾ പീസ് ആണ്. ഈ ഒറ്റ കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാഗ് എന്ന് പറയുന്നത് ഇതും അതെ ഒരു സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് ഒരു ബീജ് ഷെയ്ഡാണത്. ഇതിന് ഹാൻഡിൽ പിടുത്തം വന്നിരിക്കുന്നത് ഇങ്ങനെ ഉരുണ്ട വാറാണ്. ഉരുണ്ട വാറ് കാപ്പിപ്പൊടി കളർ. ഇതിന് ഫ്രണ്ടില് ഇത് ഒരു എന്താ പറയാ ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ ഒരു റിബൺ ആണ് ഇതിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഇതൊക്കെ പിടിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അത്രയും നല്ല ബാഗാണിത്. ഇതും ഇമ്പോർട്ടഡ് ബാഗാണ്. ഇത് നിങ്ങൾ കാണാതെയാണ് വാങ്ങിക്കുന്നത്, ഞാനാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതിന്റെ ഫീല് ഞാനാണ് തൊടുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരിട്ടിപ്പോ ഓരോ ഡീലർമാര് വന്നിട്ട് ഫോട്ടോ കാണിച്ച് ഫോട്ടോയിൽ കണ്ടിട്ട് ഞാൻ എടുക്കുന്ന ബാഗുകളല്ല. ഇത് ഞാൻ നേരിട്ട് പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗുകള്, നല്ല പിടിക്കാൻ സുഖമുള്ളതും നല്ല ക്വാളിറ്റിയുമുള്ള ബാഗുകൾ ഞാൻ തന്നെ തപ്പിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇത്രയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതിന്റെ അടി കണ്ടോ, ഇത്രയ്ക്കും വീതി ഉണ്ട്. അപ്പൊ ഇത്രയും സ്പേസ് നമുക്ക് ഇതിന്റെ ഉൾഭാഗത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ ഫ്രണ്ടില് ഒരു ഒരൊറ്റ സിബാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ട സെന്ററില് ഇതുപോലെ സിബ് ഇട്ടിട്ടുള്ള ഒരു പോക്കറ്റ്, പിന്നെ 2 സൈഡില് നല്ല സ്പേസ് ആണ്. കണ്ട ഓരോ ഭാഗത്തും ഇത്രയ്ക്കും സ്പേസ് ആണ് ഉള്ളത്. ഇതിൽ നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ 2 ജോഡി ഡ്രസ്സ് വെക്കാം, വെള്ളം കുപ്പി വെക്കാം, എന്തൊക്കെ സാധനങ്ങൾ 3 ഫോൾഡിന്റെ കൂടെ വെക്കാം, എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ സിബ് ഇട്ടിട്ടുള്ള ഒരു പോക്കറ്റ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ സിബിട്ട ഒരു സിബില്ല അല്ലാതെ ഒരു പോക്കറ്റും ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ വെച്ചടിച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ട നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ പുറത്ത് ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല, പക്ഷെ നല്ല സൂപ്പർ ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1350, 1350. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് ഒരു ഡാർക്ക് ബീജ് ഷെയ്ഡും വിത്ത് കോഫി ബ്രൗൺ വാറുമാണ്. പിന്നെ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെരി ലൈറ്റ് ഗ്രീൻ, ഇംഗ്ലീഷ് കളറിൽ വരുന്ന ഒരു ഗ്രീൻ ആണിത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ വിത്ത് ഈ കളറ്. പിന്നെ വരുന്നത് അടുത്തൊരു നല്ലൊരു കളറ്. ഇതില് ഞാൻ ആദ്യത്തെ ഈ ഒരു ബാഗിൽ മാത്രമാണ് ഞാൻ ഈ പേപ്പറുകൾ വെച്ച് കാണിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിന്റെ സ്പേസ്. ഇനി ഇതിലൊന്നും ഞാൻ പേപ്പറുകൾ വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലും നേരത്തെ കാണിച്ച ബാഗുകളുടെ പോലെ തന്നെ നല്ല സ്പേസ് ഉള്ള ബാഗുകളാണ്. അപ്പൊ ഒരു കളർ വരുന്നത് ഇത് എന്താ പറയാ ഒരു ചോക്ലേറ്റിന്റെ ഷെയ്ഡ്, ഇത് നല്ലൊരു ഇംഗ്ലീഷ് ഗ്രീൻ കളറ്, ഇത് ഒരു ചിക്കു ഷെയ്ഡ്, ചിക്കു അല്ല ബീജിന്റെ ഒരു ഡാർക്ക് ബീജ് ഷെയ്ഡ്. ഇതൊക്കെ നല്ല ബാഗുകളാണ്, നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1350. അടുത്ത ബാഗ് എന്ന് പറയുന്നത് ഇത് ടിഫിൻ ബോക്സ് ആണ്. ടിഫിൻ ബോക്സ് വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു കാരിയർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ്ലിംഗ് വരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലത്തെ അലുമിനിയം ഫോയിലിന്റെ കോട്ടിംഗ് ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ അടിഭാഗത്ത് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ഞാൻ പേപ്പറുകളൊന്നും വെക്കാത്തത് കൊണ്ടാണ് അത് ശരിയായിട്ട് നിൽക്കാത്തത്. ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ അടിഭാഗത്തുണ്ട്. പിന്നെ ഇതിൽ നമ്മളിപ്പോ ചൂടുള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അത് അതുപോലെ ചൂടായിട്ടിരിക്കും. അതല്ല തണുത്ത സാധനങ്ങളാണ് വെക്കണമെങ്കിൽ ആ തണുപ്പ് അതിൽ നിൽക്കും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് കാരിയർ ആണിത്.
ഇത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന ഐറ്റം ആണ്. ഇനി വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ജോലിക്കാർക്കായാലും കോളേജിൽ പോകുന്നവർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കണ്ടതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോ ഇതിന്റെ ഷേപ്പ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്, ഇതിന്റെ MRP 360 ഞാൻ തരുന്നത് 320 രൂപയ്ക്കാണ്. അപ്പൊ ആദ്യം വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും ഒരേ ഷേപ്പ് തന്നെ. ഞാൻ ഇത് ആദ്യത്തത് ഞാൻ വിടർത്തി കാണിച്ചില്ല, അതുപോലെ തന്നെയാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 320. ഇതുപോലെ തന്നെ ടിഫിൻ കൊണ്ടുപോകുന്ന ഒരു ടിഫിൻ കാരിയർ ആണ്. ഇതിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആദ്യം കാണിച്ച ഷേപ്പ് അല്ല, ഇതിന്റെ ഷേപ്പ് ഇതുപോലെ ഒരു റെക്ടാംഗിൾ ഷേപ്പാണ്. അപ്പോ ഇത് ഒരു സ്ക്വയർ ബോക്സ് എന്ന് പറയാം. ഇത് നമുക്ക് ഇതുപോലെ മുകളിൽ ഇങ്ങനെയാണ് ഇതിന്റെ അടപ്പ് വരുന്നത്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലും അതുപോലെ തന്നെ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടുള്ള ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഇതുപോലെയുള്ള ഒരു ബാഗാണ്. ഇതിലും അതെ, നമ്മൾ ചൂടുള്ളത് വെച്ചാൽ അങ്ങനെ ഇരിക്കും, തണുത്തത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു റോയൽ ബ്ലൂ ഷെയ്ഡും ഒരു നേവി ബ്ലൂ ഷെയ്ഡും, ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350, 350. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു ടിഫിൻ കാരിയർ തന്നെയാണ്. അതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്. അതിന്റെ ഷേപ്പ് ഇതിന്റെ ടോപ്പില് ഇതുപോലെയാണ് ഇതിന്റെ ഷേപ്പ് കേട്ടോ. പേപ്പർ വെക്കാത്തത് കൊണ്ടാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കാത്തത്. അപ്പം ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു ഇതിന്റെ ഉള്ളില് ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പോ ഇതിലും അതെ, ഇതില് ഇങ്ങനെയും അടയ്ക്കാം. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വേറെ ഒരു പോക്കറ്റ് കൂടെ വേറെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പിടിക്കാം. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഇതിലിപ്പോ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വേറൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഈ കാണിച്ച ടിഫിൻ കാരിയറുകൾ എല്ലാം തന്നെ വാട്ടർ പ്രൂഫ് ആണ് അതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്